ഹലോ, ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ചില മാറ്റങ്ങൾ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ വരികയും അവർ തമ്മിൽ ഒന്നിക്കാൻ പോകുന്ന ദിനങ്ങൾ കൂടിയാണ് ഇനി ഈ ഒരാഴ്ച വരാൻ പോകുന്നത്. പക്ഷെ ഇതെല്ലാം ഈ ഒരു അവരുടെ ബന്ധം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബന്ധം കുറച്ചുകൂടി ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രുതി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ശ്യാം ഒരുക്കുന്ന ചതിക്കുഴി കൂടിയാണ് ഈ ഒരാഴ്ച എന്തായാലും സംഭവിക്കാൻ പോകുന്നത്. ഇനി ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ അശ്വിനായിട്ട് 8ന്റെ പണികളാണ് നമ്മുടെ ശ്രുതി കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇതുവരെ ഒളിഞ്ഞിരുന്നുകൊണ്ടാണ് ശ്രുതി അശ്വിന് പണി കൊടുത്തതെങ്കിൽ അല്ലെങ്കിൽ അശ്വിനെ ആക്രമിച്ചതെങ്കിൽ ഇനി നേർക്കുനേർ ആക്രമണത്തിന് ശ്രുതിയും അശ്വിനും തയ്യാറാവുകയാണ്. ഇതിനെല്ലാം ശ്രുതിക്കൊരു 8ന്റെ പണി കൊടുക്കണം, എന്നെ ദ്രോഹിച്ചവർക്ക് ഞാൻ എന്തായാലും ഒരു പണി കൊടുത്തിരിക്കും എന്നൊക്കെയുള്ള ഒരു വാശിയും കൂടി അശ്വിനുണ്ട്. പക്ഷേ ഈ ഒരു ഭീഷണിയിലോ അല്ലെങ്കിൽ വെല്ലുവിളികളിലോ ഒന്നും നമ്മുടെ ശ്രുതി വീഴാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വീണ്ടും തന്റെ ലക്ഷ്യസ്ഥാനം നോക്കി നമ്മുടെ ശ്രുതി വീണ്ടും കുതിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ പെട്ടെന്ന് നമുക്ക് വരത്തില്ല. നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറയുമെങ്കിൽ പോലും അതെല്ലാം തടയാൻ വേണ്ടിയിട്ട് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ലേ. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. അങ്ങനെ നിരന്തരമുള്ള തർക്കങ്ങളും വഴക്കുകൾക്കും ഒടുവിൽ ശ്രുതിയുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അശ്വിനോട് ഒരു ക്ഷമാപണമൊക്കെ നമ്മുടെ ശ്രുതി നടത്തുന്നുണ്ട്. അതും കരഞ്ഞുകൊണ്ടായിരുന്നു ശ്രുതി ആ ഒരു കാര്യങ്ങൾ അശ്വിനോട് പറയുന്നത്. അപ്പോൾ ശ്രുതിയിൽ നിന്നെല്ലാം ഇങ്ങനെ ഒരു മാറ്റം കണ്ടപ്പോൾ അശ്വിന് ഒരുപാട് സങ്കടം തോന്നി, ഒരുപാട് അത്ഭുതവും തോന്നി. കാരണം ഇങ്ങനെ ഒരു മാറ്റം ഇവളിൽ നിന്ന് വരുമോ എന്നാണ് അശ്വിൻ വിചാരിച്ചത്. എന്തായാലും ഈ ഒരു ഏറ്റുപറച്ചില് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് ശ്രുതി വീഴാൻ പോകുമ്പോൾ അശ്വിൻ ശ്രുതിയെ രക്ഷിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെ ശ്രുതിയെ കാത്ത് വലിയൊരു ചതിക്കുഴി കൂടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യം ഒരിക്കലും നമ്മുടെ ശ്രുതി മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല. ശ്രുതിയെ അശ്വിന്റെ കുടുംബത്തിൽ നിന്നല്ല എങ്ങനെയെങ്കിലും അകറ്റണം, എന്നിട്ട് അവളെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ശ്യാം പല ചതിക്കുഴികളും ഒരുക്കുന്നുണ്ട്. അഞ്ജലിക്ക് വേണ്ടിയിട്ട് ശ്യാം ഒരു പുതിയ നെക്ലേസ് വാങ്ങുകയും അത് അഞ്ജലിയെ അണിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമായി, തന്റെ ഭർത്താവ് തനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ആ ഒരു നെക്ലേസ് കണ്ടപ്പോൾ. അങ്ങനെ അഞ്ജലി അത് സൂക്ഷിച്ചു വെച്ചതാണ്. എന്നാൽ അഞ്ജലി കാണാതെ ഈ ഒരു നെക്ലേസ് നമ്മുടെ ശ്യാം അടിച്ചു മാറ്റുവാണ്. അടിച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ ശ്രുതി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന നേരത്ത് ശ്രുതിയുടെ ബാഗിനകത്തോട്ട് ആരും കാണാതെ ഇടുവാണ്. അപ്പോൾ എന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ശ്രുതി പോകുന്നത് കണ്ടിട്ട് ശ്യാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇന്ന് ഇവിടെ അടിച്ചു പുറത്താക്കും, ഈ ഒരു നെക്ലേസ് കാണാത്തതിന്റെ പേരിൽ ഇനി വലിയൊരു ഭൂകമ്പം തന്നെ അശ്വിന്റെ വീട്ടിൽ നടക്കും എന്ന് നമ്മുടെ ശ്യാം ഉറപ്പിച്ചു. അങ്ങനെ നേരെ നമ്മുടെ ശ്രുതി വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ചില സംഭവങ്ങൾ നടക്കുകയും എന്താണെന്ന് ആദ്യം ശ്രുതിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരും അവസാനം ശ്രുതിക്ക് നേരെയാണ് വിരൽ ചൂണ്ടിയത്. ആ ബാഗിനകത്തും കൂടി ഒന്ന് നോക്കാമല്ലോ, മനോരമയുടെയും ലാവണ്യയുടെയൊക്കെ ആ ഒരു നിർബന്ധപ്രകാരം ആ ബാഗ് കൂടി ശ്രുതി തുറന്നു നോക്കുവാണ്. എന്നാൽ തുറന്നു നോക്കി അതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചുവന്ന തുണി വെച്ച് തുണിയുടെ ഒരു ബണ്ടിൽ പോലത്തത് ശ്രുതിക്ക് കയ്യിൽ കിട്ടി. പക്ഷെ അതെന്താണെന്ന് തുറന്നു നോക്കുന്നതിന് മുന്നേ തന്നെ അവസാനിക്കുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശ്യാമിന്റെ ഈ ഒരു ചതിക്കുഴിയിൽ ശ്രുതി ചെന്ന് വീഴുമോ, അതോ ഇനി ശ്രുതിയെ രക്ഷിക്കാനായിട്ട് അശ്വിന് സാധിക്കുമോ, ഇനി ശ്രുതി തെറ്റുകാരിയല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? എന്തായാലും ഈ ഒരു നെക്ലസ് കട്ടെടുത്തത് ശ്രുതിയാണ് എന്ന് എല്ലാവരും അറിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രുതി അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ ചെയ്തതാണെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാത്തവരേക്കും ബൈ.